ശ്രീ ജലീൽ പുനലൂർ, ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഒന്ന് മറുപടി പറയാമോ? അപ്പൊ വർമ്മ ഡിസൈൻസ് പൊളിച്ചെടുക്കാനല്ലേ എന്നെ കൊണ്ടുവന്നേ? അല്ല. ഒരു നേരത്തെ ബാങ്ക് വിളിയെങ്കിലും മറ്റു മതസ്ഥർക്ക് വേണ്ടി ഒന്ന് നിർത്തിവെക്കാൻ തയ്യാറാകുമോ എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ചോദിച്ചത്. ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കണേ? ഒരു സാമാന്യ മര്യാദക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം. എങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായി മതേതര ബോധമുള്ളവരാണ് എന്ന് ഈ സമൂഹം ചിന്തിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ. നീ മിണ്ടരുത്. അങ്ങേക്ക് പ്രതികരിക്കാം. പാട്ടി കഴുകണ മോനെ, കൂത്തി കോടലുമാല ഞാൻ പുറത്തെടുക്കും. ആരിഫ് ഹുസൈന്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ജനൻ ടിവിക്ക് വേണ്ടി ചിലരെ സുഖിപ്പിക്കാൻ ആരിഫ് ഹുസൈന്റെ നിവൃത്തികേട് കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നതാണ്. പിന്നെ നാണക്കെടുത്തി ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. വളരെ മാന്യമായ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാര്യം സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറരുത്. സ്വന്തം വീട്ടിലെ സ്വീകരണ മുറി അലങ്കരിക്കുന്നതിലല്ല, ആരാന്റെ വീട്ടിലെ അടുക്കള അലങ്കോലപ്പെടുത്തുന്നതിലാണ് അവൾക്ക് താല്പര്യം. അതൊരു മര്യാദകാണ്. ഒരാൾ നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ വളരെ മര്യാദയോടെ കേട്ടോണ്ടിരുന്നല്ലോ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് മാന്യമായ ചോദ്യം ഞാൻ കേട്ടിട്ടുള്ളൂ. അതിന് മറുപടി നീ പറയും. ഇതാണ് ആദ്യം മാന്യത കാണിക്കണ്ടേ? അത് പറഞ്ഞേ, നിങ്ങൾക്ക് കീർത്തനം നിർത്തിവെക്കാൻ പറ്റുന്ന പോലെ ബാങ്കുകൾ നിർത്തിവെക്കാൻ പറ്റില്ല. കത്തിയും തോക്കുമെടുത്ത് പ്രതികാരം ചെയ്തില്ലെങ്കിലും എന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള പ്രതികാരങ്ങൾ ഞാൻ ചെയ്യണ്ടേ? ഞാനും വികാരമുള്ളൊരു മനുഷ്യനാണ് മിസ്റ്റർ ജീവൻ. നിങ്ങൾ പണിയെടുത്തോളൂ, പക്ഷെ അതിന്റെ അർത്ഥം ഒരാൾ സംസാരിക്കുമ്പോൾ സാമാന്യ വിവരം കാണിക്കണം. പിന്നെ ഒരാൾ ഉപദേശിക്കാൻ പോകുമ്പോ താനാളായോ എന്ന് ആലോചിക്കണം, എന്നിട്ട് ഉപദേശിക്കാൻ വരണം. താങ്കളാണ് ജിഹാദി, താങ്കളാണ് ജിഹാദി. ഇത്രയും വലിയ ഓഫാട്ടുകൾ കണ്ടിട്ട് ഈ RSSകാരെ ചോദിച്ചെടുത്തിട്ടുണ്ട് ഈ പറയുന്ന കുഞ്ഞുജലി. നിങ്ങൾക്ക് ബാങ്കുകൾ ഒരു നേരം നിർത്തിവെക്കാൻ പറ്റുകയില്ല. നീ ഒരു കാര്യം ചെയ്യ്, നേരെ പാർട്ടി ഓഫീസിലേക്കല്ലേ, അവിടെ നിന്ന് കപ്പിച്ചു തരും, അതും വാങ്ങി ഓടി രക്ഷപ്പെടാ. ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും. നിങ്ങൾക്ക് ബാങ്കുകൾ ഒരു നേരം നിർത്തിവെക്കാൻ പറ്റുമല്ലോ? നിങ്ങൾ ചോദിച്ചെടുത്താൽ പറയും. അവന്റെ ഒരു ഷൈനിങ് നിങ്ങൾക്ക് അറിയാം അത് ഹിന്ദുമതത്തിനെ സാധിക്കുള്ളൂ. ഇതെന്നെ ഞാൻ പറഞ്ഞത്. പുന്നാര മോനെ, നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. അപ്പൊ ഞാനത് തിരിച്ച് കേട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? അത് എന്റെ കുത്തിരിപ്പാണ്. ഹിന്ദു മതത്തിന് കീർത്തനങ്ങൾ നിർത്തിവെക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് ഒരു ബാങ്ക് നിർത്തിവെക്കൂടാ? ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ലേ? ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ രാമായണത്തിലോ? സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ. അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണ്ടോണ്ടല്ല. അതിനിത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. ചോദ്യമല്ലേ ചോദിച്ചില്ല, അതിന് ഉത്തരം പറയൂ. വെറുതെ ഇങ്ങനെ കാണുകയാണ്. ഈ ദുശകനം പിടിച്ചവനെ ആദ്യം അടിച്ച് പുറത്താക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്റെ കുഞ്ഞുജലിയിൽ ഞാൻ ചോദിച്ചത്. നീ കാര്യമായിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം പറയൂ. നായിന്റെ മോനെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരംതാഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. എനിക്ക് വായി തോന്നുക ഞാൻ പറയും. വിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. കീർത്തനങ്ങള് അല്ലെങ്കിൽ വചനഘോഷങ്ങളൊക്കെ നിർത്തിവെക്കാൻ പറ്റുന്നത് പോലെ ബാങ്ക് വഴി ഒരു നേരം നിർത്തിവെക്കാൻ പറ്റുമോ? നോ, അത് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഇത്രയല്ലേ നമ്മൾ ചോദിച്ചോളൂ. അത് നല്ല അടികൊള്ളാത്തതിന്റെ ഈ ഇട്ടിക്കണ്ടപ്പൻ ചിലത് അറിയണം. അതിനോ ഞാൻ അതിന് നിങ്ങളിങ്ങനെ കിടന്നിട്ട് പൊട്ടിത്തെറിക്കുന്നില്ല. ഞാൻ കാത്തിരിക്കാം, നിങ്ങൾ മറുപടി പറയും. ബാങ്കുകളിൽ നിർത്തിക്കാൻ പറ്റൂല്ലേ ഒരു നേരം? 5 നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ്. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുക? ഇത്രയും ഞാനും പറഞ്ഞത്. ഇവിടെ ബാങ്കുകളിലും ദീപാരാധനയും സന്ധ്യാനാമമൊന്നും ആരിഫ് ഹുസൈനോ അല്ലെങ്കിൽ ജനൻ ടിവിയോ പറഞ്ഞിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യമില്ല. നൂറ്റാണ്ടുകളായി ഇവിടെ മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നുണ്ട്. സന്ധ്യാദീപം കൊടുക്കുവാൻ വേണ്ടി മഗ്‌രിബ് ബാങ്ക് വിളിക്കോ മകരെ എന്ന് ചോദിക്കുന്ന
ഹിന്ദു സമൂഹത്തിൽപ്പെട്ട അമ്മമാരുടെ മക്കളാണ് ഇവിടെ ഭൂരിപക്ഷമുള്ളത്. പവിത്ര സാർ ഇങ്ങനെ മുട്ടുമടക്കി ഇടിക്കരുത്. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നേ. ആ അമ്മമാരിൽ പറഞ്ഞ മക്കൾ ഉള്ളതുകൊണ്ടാണ് ആരിഫ് ഹുസൈനെ പോലെ വേദനയാണ് ഞാൻ സംസാരിച്ചതിന് ശേഷം താങ്കൾ സംസാരിക്കൂ. അതല്ലേ അതിന്റെ സാമാന്യ മര്യാദ എന്ന് പറയുന്നത്. അതല്ലേ അതിന്റെ ഒരു ന്യായം. അതൊക്കെ ആളെ വിളിച്ചുകൊണ്ട് ഗസ്റ്റായിട്ട് ഇരിക്കട്ടെ, 3 പേര് സംസാരിക്കുക, പിന്നെ വാടകയ്ക്കടുത്ത് താങ്കൾ വന്നിരിക്കുക, അതിനുശേഷം ഒരാളോട് സംസാരിച്ചു കിടന്നപ്പം ശ്രീ ജലീൽ പുനലൂർ, മൊയ്തീനെ നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ? നാളെ എന്താ ചെയ്യാ? നാളെ വെള്ളി, നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യും. അങ്ങ് ഉന്നയിച്ച ഹിന്ദുമതത്തെ കുറിച്ച് ഇവിടുത്തെ ഹൈന്ദവരുടെ മഹാമനസ്കതയെ കുറിച്ച് താങ്കൾ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ തിരിച്ച് ചോദിക്കുന്ന ആളുകൾ പ്രതികരിക്കുന്നിടത്തോളം കാലം നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു ബാങ്ക് വിളി നിർത്താൻ പറ്റുമോ? തനിക്ക് ഈ കണ്ടവന്റെ ആസനം താങ്ങുന്ന ഏർപ്പാട് നിർത്തി വേറെ വല്ല പണിയുണ്ടോ നോക്കുന്നില്ല. നിങ്ങൾക്കൊരു മഗ്രിബ് നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ എന്താണ് വിഷമം? അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരെ ആവശ്യപ്പെടട്ടെ, ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരെ ആവശ്യപ്പെടട്ടെ, അല്ലെങ്കിൽ ഹിന്ദു സമൂഹമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ ആവശ്യപ്പെടട്ടെ. ഓരോരുത്തർക്ക് ഓരോ എന്റെ നാട്ടിൽ പള്ളിക്ക് തൊട്ടഭിമുഖമായി 2 ക്ഷേത്രങ്ങളുണ്ട്. ആ 2 ക്ഷേത്രത്തിലെയും ഭാരവാഹികൾ ഇത്തരത്തിൽ അവർക്ക് കാവില്ല, കാരണം അവർ ഭയങ്കര വിശ്വാസികളാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇതുപോലെ വാടകയ്ക്കെടുത്ത് കൊണ്ടുവരണം നാട്ടിൽ കലാപം ഉണ്ടാക്കുവാൻ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കി തമ്മിൽ തല്ലിക്കുവാൻ വേണ്ടി ഇതുപോലെ കുറെ എണ്ണം. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. താങ്കൾ സംശയം കയ്യിൽ വെക്കാം, ഞാൻ സംസാരിക്കാം. ഹിന്ദു സമൂഹം ആവശ്യപ്പെടട്ടെ എന്നാ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന ദീപാരാധന നിർത്തി വെക്കുന്നത് മുസ്ലിം സമുദായം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് എന്നല്ലേ? ഇതൊക്കെ അവിടെ ഒരു ഭീഷണിയുടെ സ്വരമാണല്ലോ. അയ്യോ ദാരിദ്ര്യം. ഇയാളെ ഇങ്ങനെ വിട്ടാൽ നേരം വെളുക്കുന്നവരെ നമ്മൾ തെറിയും കേട്ടോണ്ടിരിക്കേണ്ടി വരും. ശ്രീ ജലീൽ പുനലൂർ, അങ്ങ് ഉന്നയിച്ച ഹിന്ദുമതത്തെ കുറിച്ച് ഇവിടുത്തെ ഹൈന്ദവരുടെ മഹാമനസ്കതയെ കുറിച്ച് താങ്കൾ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ തിരിച്ച് ഇങ്ങനെ ഒരു ബാങ്ക് വിളി നിർത്താൻ പറ്റുമോ, നിങ്ങൾക്കൊരു മഗ്രിബ് നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ എന്താണ് വിഷമം? നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരെ ആവശ്യപ്പെടട്ടെ, ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരെ ആവശ്യപ്പെടട്ടെ. ഇതിപ്പോ മരമായിട്ട് അവന്റെ വരവ് നല്ല കാതലുള്ള മരം, അല്ലെങ്കിൽ ഹിന്ദു സമൂഹമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ ആവശ്യപ്പെടട്ടെ. ഇതുപോലെ വാടകയ്ക്കെടുത്ത് കൊണ്ടുവരണം നാട്ടിൽ കലാപം ഉണ്ടാക്കുവാൻ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കി തമ്മിൽ തല്ലിക്കുവാൻ വേണ്ടി ഇതുപോലെ കുറെ എണ്ണം. ഭയങ്കരമായ ആള്. വെറും ഭയങ്കരനല്ല, ഭയഭയങ്കരമായ ആൾ. അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും കുത്തി കേട്ടത് കടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം. എല്ലാം കൂടെ ആക്കിയോ? കുളം ആക്കിയതല്ല, ആയിപ്പോയി.